അങ്ങനെ കാത്തുകാത്തിരുന്ന നബിദിന രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. നബിദിന രാവ് കടന്നു വരുമ്പോൾ 7 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര അപകടമാട്ടോ. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ദുനിയാവും ആഖിറവും എല്ലാം തകർന്ന് തരിപ്പണാകാനായിട്ട് അത് മതി. 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ. മാത്രമല്ല ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്വലാത്തും കൂടെ ഉണ്ട്. ആ സ്വലാത്തും കൂടെ പഠിച്ചിട്ട് നബിദിന രാവും പകലും ഒക്കെ അങ്ങ് ഹയാത്താക്കണം. അതായത് അള്ളാഹുവിൻ്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത രാവും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ 7 കാര്യങ്ങൾ വളരെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പഠിച്ചാലോ? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈമാനുള്ളവരൊക്കെ കാത്തിരിക്കുന്ന നബിദിനം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. അപ്പോൾ മറ്റന്നാൾ നബിദിനത്തിൻ്റെ പകലാണ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച പകലും നാളെ നബിദിന രാവുമാണ് അല്ലേ. അപ്പോൾ ഈ നബിദിന രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ 7 സംഗതികൾ നമ്മുടെ ലൈഫിലുണ്ടോ വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 7 കാര്യങ്ങൾ സൂക്ഷിക്കണം. 7 കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതവും കുടുംബവും ഒക്കെ തകർന്നു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ വേണ്ട ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണ്ടേ നമുക്ക്? മുത്തുറസൂലിൻ്റെ ജന്മദിനം വരുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ അല്ലേ? ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. മൽജാവ മൻജാവ മുർതാഹൽ മുസ്താഖി ഹിബ്ബ സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. അപ്പോൾ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഈ മീലാദിൻ്റെ രാവിലും പകലിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിച്ചാലോ? എല്ലാവരും ഒരുങ്ങിയില്ലേ മീലാദിന് വേണ്ടിയിട്ട്? നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച രാവാണ് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ മഹത്വം മനസ്സിലാക്കി നമ്മൾ അമല് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധമായ ഒരു രാത്രി കടന്നു വരുമ്പോൾ, അതും മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തൊരു രാത്രി, അതിൻ്റെ പകൽ, ഇതൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിൽ അതറിഞ്ഞുകൊണ്ട് അമല് ചെയ്യണം. മനസ്സിലായി? സാധാരണ ദിനരാത്രങ്ങളെപ്പോലെ ആകരുത്, മാറ്റമുണ്ടാകണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാവില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, അള്ളാഹു ഒരു രാത്രിയും പകലും മുത്തുനബിയെ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്തു. നമ്മൾ ആ സമയത്ത് ആ രാവിനെയും പകലിനെയും പരിഗണിക്കാതെ സാധാരണ മാസത്തെപ്പോലെ നെവർ മൈൻഡ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അതാപം നമുക്ക് ഉണ്ടാവൂലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മൾ ഓതുന്ന ആയത്താണല്ലേ. ഇനി അതിൻ്റെ ശേഷം ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ. അള്ളാൻ്റെ റസൂലിനെ വേദനിപ്പിച്ചാൽ, റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ശാപം ഇവിടെ ഈ ദുനിയാവിൽ നിന്നുള്ള ആഖിറത്തിൽ മാത്രമല്ല, പടച്ചോൻ കാത്തിരിക്കുകയാണ് അതികഠിനമായ നിന്ദ്യമായ അദാബും വെച്ചുകൊണ്ടാണ്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തുന്ന സംഗതിയൊന്നും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ രാവും പകലൊക്കെ വരുമ്പോൾ ഇതെൻ്റെ മുത്തിനെ ജനിപ്പിക്കാനുള്ള തിരഞ്ഞെടുത്തതാണെന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതുണ്ടാകേണ്ടത്. അതില്ലാതെ പോയാൽ ഡേഞ്ചറാണ്. രണ്ടാമത്തേത്, ചില മഹത്തുക്കൾ പറയുന്നുണ്ട്, ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹുവിനെ പോലെ വലിയ വലിയ മഹാരഥന്മാർ, ഇബ്നു ഹജർ തങ്ങളെ പോലുള്ളവരൊക്കെ പറയുന്നത് കാണാം, ലൈലത്തുൽ ഖദറാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് പറയുന്നത്. ചില മഹാന്മാർ അങ്ങനെ പറയുന്നുണ്ട്, ചിലർ ലൈലത്തുൽ ഖദറിനാണെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇമാം ഖസ്സല്യാനെ പോലുള്ള വലിയ മഹാന്മാർ പറയാണ് ഏറ്റവും ശ്രേഷ്ഠത മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവിനാണ്. കാരണം ഈ ലൈലത്തുൽ ഖദർ പടച്ചോൻ്റെ സൃഷ്ടിയാണല്ലോ. ലൈലത്തുൽ ഖദറിന്
പടച്ചോൻ്റെ സൃഷ്ടിയാണ് ഇറങ്ങി വരുന്നത്, അതാരാ? മലക്കുകളാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറും സൃഷ്ടിയാണ്. ലൈലത്തുൽ ഖദറിൽ തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ, മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ മറ്റേ രാവ് റബീഉൽ അവ്വൽ രാവിലെ ഒന്നാലോചിച്ച് നോക്കിയേ, അത് മലക്കുകളല്ല ഇറങ്ങി വരുന്നത്. പിന്നാരാ? ആ മലക്കുകളെക്കാളൊക്കെ ശ്രേഷ്ഠരായ ലോകത്തിൻ്റെ നായകരായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാണ് അവിടെ നടന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുള്ളത് ഒറ്റ വിഷയത്തിലാണ്. അതായത് നബിതങ്ങൾ അന്ന് ജനിച്ച ആ രാവിനാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത എന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് കൊല്ലം വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇമാമിങ്ങൾക്കിടയിൽ ചർച്ച. ചില മഹാന്മാർ പറഞ്ഞു കൊല്ലം എല്ലാ ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത നബി ജനിച്ച രാവിനെ തന്നെയാണ്. ചില മഹാന്മാർ പറഞ്ഞു അല്ല ലൈലത്തുൽ ഖദറിനാണെന്ന് പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും അങ്ങനെ പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രാവിനെയും പകലിനെയൊക്കെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് എന്നൊക്കെ പറയുമ്പോൾ ആ രാവിനെ നമ്മൾ ഹയാത്താക്കണ്ടേ, നന്മകൾ കൊണ്ട് ഭംഗിയാക്കണ്ടേ, സെറ്റാക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയാലും വലിയ ഡേഞ്ചറല്ലേ നമ്മുടെ കുടുംബത്തിലൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തേത് സന്തോഷം തോന്നിയാൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. സന്തോഷം തോന്നിയാൽ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു സ്നേഹം തോന്നിയാലൊക്കെ അങ്ങനെയാണ്. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ തുറന്നു പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യാണിനോട് പെണ്ണിനോട് ഇഷ്ടം തോന്നിയുള്ള കഥയല്ല. നമുക്കിപ്പോൾ ഇസ്ലാമികപരമായ ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഇന്നി ഉഹിബ്ബുക ഫില്ലാ. ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളോട് പറയാം ഇന്നി ഉഹിബ്ബുക്കി ഫില്ലാ, ഞാൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പറയണമെന്നാണ്. അല്ല, നിങ്ങൾ ഒരു റൊമാൻറ്റിക് സെൻസിൽ ഇങ്ങനെ നോക്കി, ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൊമാൻസ് വരില്ലല്ലോ. അപ്പോൾ കെട്ടിയോളം നോക്കിയിരുന്നിട്ട് എന്താ പറയുക, പരസ്പരം കെട്ടിയോനും കെട്ടിയോളും അല്ല അങ്ങനെയല്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്ത് രസമാണ് നിന്നെ കാണാൻ. അപ്പോൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരത് പ്രകടിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് മുത്തുനബിയുടെ വിഷയത്തിലാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ശപിച്ചൊരു മനുഷ്യനാണ് അബൂലഹബ്, ഇല്ലേ? തബ്ബത് യദാ അബീ ലഹബി വതബ്. അബൂലഹബ് നശിച്ചോട്ടെ എന്നാണ് ഖുർആനിലുള്ളത്, ഇല്ലേ? ഈ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ വെച്ചിട്ട് ശുദ്ധമായ കുടിവെള്ളം കിട്ടും. എന്തേ കാരണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തെ അബൂലഹബിൻ്റെ ഒരു അടിമപ്പെണ്ണുണ്ട്, സുവൈബത്തുൽ അസ്ലമിയ. അപ്പോൾ അവർ വന്നിട്ട് അബൂലഹബിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ളാഹ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് നബിയാണെന്നൊന്നും അറിയില്ലല്ലോ, അല്ലേ? നബിയാണെന്നൊന്നും അറിയില്ല. ഒരു സാധാരണ കുട്ടി തൻ്റെ സഹോദരനൊരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിയുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അബൂലഹബ് ചെയ്തെന്താ, തൻ്റെ അടിമപ്പെണ്ണിനെ അവിടെ പറഞ്ഞു, അൻതി താലിക്കത്തുൻ, മോളെ നീ ഇന്ന് മുതൽ അടിമയല്ല, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പം നബിയാണെന്ന് അറിയാതെ തന്നെ ആ ഒരു അടിമമോചനം നടത്തി നബിയുടെ ജന്മത്തിൽ സന്തോഷിച്ച അബൂലഹബിന് നരകത്തിൽ ശുദ്ധമായ കുടിനീരുണ്ടെങ്കിൽ, കുടിവെള്ളം ഉണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മൾ നബിയാണെന്ന് തിരിച്ചറിഞ്ഞ് അഷ്റഫുൽ ഖൽഖാണെന്ന് തിരിച്ചറിഞ്ഞ് സുബ്ഹാനല്ലാഹ് ആ മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചാൽ അള്ളാഹു നമുക്ക് എന്തൊക്കെയാ തരാം, അല്ലേ? സ്വഹാബത്ത് പ്രണയിച്ചത് മുത്തുനബിയെ തന്നെയാണ്. പിന്നെയാണ് അവിടുത്തെ സുന്നത്ത്. മുത്തുനബിയോട് സ്നേഹമില്ലാതെ അവിടുത്തെ സുന്നത്ത് സ്നേഹിച്ചിട്ട് എന്താ കാര്യം? മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് എങ്ങനെയൊക്കെ സ്നേഹിച്ചു. സയ്യിദത്തുന ഉമ്മു സുലൈം ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുമ്പോഴേ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നല്ല വിയർപ്പുണ്ട് മുത്തുനബിക്ക്. ആ വിയർപ്പ് ഇങ്ങനെ വടിച്ചൊരു കുപ്പിയിലാക്കും. അപ്പോൾ നബി തങ്ങൾ ഞെട്ടി ഇങ്ങനെ എണീറ്റു. എന്താ ഉമ്മു സുലൈമി കാണിക്കുന്നേ? യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ ഈ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും കുട്ടികളൊക്കെ അത്തറായിട്ട് ഉപയോഗിക്കുന്നത് ഈ സുഗന്ധാണ് നബിയെ, ഈ വിയർപ്പാണ് നബിയെ. മുത്തുനബി പുഞ്ചിരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ മുടി ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ട്, യാ അബൂ തൽഹ, അബൂ തൽഹ ഇവിടെ വാ, എന്നാ ഈ മുടി ജനങ്ങൾക്കൊക്കെ വീതം വെച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അത് വീതം വെച്ച് കൊടുത്തത്? അത് കയ്യിൽ കിട്ടിയവരൊക്കെ അവർ രോഗം വരുമ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കും. മരിക്കാൻ നേരത്ത് സ്വഹാബത്തിൽ പലരും പറഞ്ഞു, എൻ്റെ വായിൽ വെച്ചിട്ട് എന്നെ കഫൻ ചെയ്യണം, കാരണം എൻ്റെ മുത്തിൻ്റെ ആ ശരീരത്തോട് ചേർന്നൊരു മുടിക്കഷ്ണം എൻ്റെ ശരീരത്തിൽ തട്ടിയാൽ എനിക്കൊരു അദാബും ഉണ്ടാവില്ലല്ലോ. ഒന്ന് ആലോചിക്കുക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വുളു എടുക്കുമ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുമ്പോൾ അവിടെ ഇടിയാണ്, അജാദി ഇടിയാണ്. എന്തിനാ ഇടി? അവിടെ ഒന്നും തള്ളുണ്ട്, യുദ്ധം പോലെയാണെന്നാണ്. കാതു യക്കത്തത്തിലൂനാന്ന് പറഞ്ഞത്. അവിടെ യുദ്ധം പോലെയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി വെള്ളവും ഞങ്ങൾ താഴെ കളയില്ല, അത് മുഴുവൻ വാരിയെടുക്കും. പിന്നെയും കാണാം സ്വഹാബത്ത് സ്നേഹിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീരിങ്ങനെ വായിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് തുപ്പു നബിയെ. കസ്തൂരിയേക്കാൾ സുഗന്ധാണ്, റീഖുൽ അംബർ, കസ്തൂരിയേക്കാൾ സുഗന്ധാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന്, അതുപോലെ ഉമിനീരിന്. സുബ്ഹാനക യാ റബ്ബ്. അതായത് ഈ ലൈല മജ്നൂൻ്റെ കഥ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? ലൈലയോട് ഇമ്രുൽ ഖൈസിന് ഭയങ്കര പ്രണയമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു നായ്ക്കുട്ടീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് ഇമ്രുൽ ഖൈസ്. അതൊരു കഥയാട്ടോ, നമ്മൾ പ്രണയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം. നായ്ക്കുട്ടീനെ ഇങ്ങനെ
കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെയാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത്ര നാൾ ലൈലയുടെ പുറകെയായിരുന്നു, ഇപ്പോൾ കണ്ട പട്ടിയുടെ പുറകെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്രുൽ ഖൈസ് പറഞ്ഞു, ഇത് വെറും ഒരു പട്ടിയല്ല, ഈ നായ ആരാന്നറിയോ, എൻ്റെ ലൈലയുടെ നാട്ടിൽ കൂടെ നടന്ന നായയാണ്. അതാണ് എൻ്റെ ലൈലയുടെ നാട്ടിൽ കൂടെ നടന്ന, എൻ്റെ ലൈലയുടെ കാലു പതിഞ്ഞിടത്ത് കാലു തൊട്ട നായയാണ്. അതുകൊണ്ട് ഇത് സാധാരണ നായയല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കേ. അപ്പോൾ ലൈലയോട് ബന്ധമുള്ളതൊക്കെ പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് കളർഫുള്ളാകട്ടെ. ലൈറ്റ് ഇട്ടവരൊക്കെ ഉണ്ടോ ഇടണം കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ ലൈറ്റ് ഇടാൻ കഴിയുന്നവരൊക്കെ ലൈറ്റ് ഇടാം. അങ്ങനെ മുത്തുനബിയുടെ ജന്മദിനം നമ്മളെന്ത് ചെയ്യുക, അത് പ്രകടിപ്പിച്ച് ആഘോഷിക്കാമെന്നേ. അതാണ് പ്രണയം. മനസ്സിലായോ? എല്ലാ നന്മകളും ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. മുത്ത് റസൂൽ ജനിച്ച രാവ് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സമയത്തൊക്കെ അള്ളാഹിനോട് ധാരാളം തിരക്കുക. അഞ്ചാമത്തേത് നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന രാത്രിയാണ്. മുത്ത് റസൂലിൻ്റെ ജന്മം നരകത്തെ അടച്ചു കളയൂലേ. ആ ഹബീബായത്തങ്ങൾ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ലല്ലോ, നമുക്ക് പിന്നെ നരകമില്ല, നമ്മൾ സ്വർഗ്ഗത്തിലല്ലേ, ദുനിയാവിൽ ആഖിറത്തിലൊക്കെ സ്വർഗ്ഗത്തിലല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആറാമത്തേത് അള്ളാഹിൻ്റെ കാരുണ്യം ലഭിക്കാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് അല്ല അല്ലേ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു എന്നാണ്. അള്ളാഹുവും മലക്കുകളും നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. പടച്ചോൻ ആകെ പറഞ്ഞത് അള്ളാഹുവും മലക്കുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു, നിങ്ങളും സ്വലാത്ത് ചെയ്യണം എന്നാണ്. സ്വലാത്ത് ചെയ്യണം. അപ്പോൾ സ്വലാത്ത് ധാരാളം ചൊല്ലാം അല്ലേ. നമ്മുടെ വീട്ടിൽ മൗലിദൊക്കെ എങ്ങനെ, മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വലാത്തിൻ്റെ വേറൊരു രൂപമാണത് അല്ലേ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. മുത്ത് റസൂലുള്ളാഹിൻ്റെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ വേറെ വിളക്കെന്തിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ വിളക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രണയിക്കണം ഹബീബിനെ, സമാധാനം നിറയും. വീട്ടിൽ സമാധാനം, കച്ചവടത്തിൽ സമാധാനം. മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് മൗലിദ് ചൊല്ലിയാൽ തന്നെ എല്ലായിടത്തും സമാധാനം നിറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തേത് മുത്ത് റസൂലിൻ്റെ മേൽ ഭക്ഷണം ദാനം ചെയ്യുക. എന്തെങ്കിലും ഒരു മീലാദ് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അഖാഅൻ നഫ്സിഹി ബഅദൻ നുബുവത്തിന് ശേഷം സ്വന്തം ജന്മത്തിൽ സന്തോഷിച്ചിട്ട് മുത്തുനബി അറുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അറുത്തു കൊടുക്കണ്ടേ, നമ്മൾ ചെയ്യണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് അറുത്തു കൊടുക്കാനൊന്നും പറ്റണില്ലെങ്കിൽ ഇപ്പോൾ പള്ളിയിലൊക്കെ ഈ അറവ് നടത്തുന്ന അല്ലെങ്കിൽ നെയ്ച്ചോറ് വെച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവില്ല അന്നത്തെ ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദല്ലേ, ജനങ്ങളൊക്കെ സന്തോഷിക്കട്ടെ. അപ്പോൾ അതിലേക്കൊരു ഹദിയ കൊടുക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ് ഖൈർ. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു പങ്കാളിത്ത ഭക്ഷണത്തിൽ ഉണ്ടാകണം. ഇനി സ്വതക്ക ധാരാളം വർദ്ധിപ്പിക്കേണ്ട സമയമാട്ടോ. പ്രത്യേകിച്ച് മുത്തുനബിയുടെ മേൽ ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ മുത്ത് റസൂലിൻ്റെ മേലിൽ ഇങ്ങനെ സ്വതക്കയൊക്കെ കൊടുക്കുമ്പോൾ എടാ മുത്ത് റസൂലിനേക്കാൾ അള്ളാഹുവാണ് ഇത് സന്തോഷിക്കുക. എൻ്റെ ഹബീബിനെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. എവിടെ വേണമെങ്കിലും നിങ്ങൾ സ്വതക്ക ചെയ്തോ. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ ഇവിടെ ഉണ്ട്. പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ കാര്യവും മറ്റു പലരുടെയും കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. കഴിയുന്നവരൊക്കെ നല്ല ഹദിയകൾ ചെയ്യണം കേട്ടോ. നമ്മളൊരു എന്താണാവോ പറയുന്ന പോലെ നമ്മുടെ ഈമാനൊക്കെ കുറഞ്ഞു പോയതുകൊണ്ടാണോ ഒരു പാവം മനുഷ്യൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ കാര്യപ്പെട്ട തുകയൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ആ കടം വീട്ടാനുള്ള തുകയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ കൈയഴിഞ്ഞ് സഹായിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ നിറയും. എന്നാൽ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ലൈഫ് സെറ്റാണ്. ലൈഫ് അത് ആസ്വദിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അക്കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തും കൂടെ നമ്മളിങ്ങനെ ധാരാളം പതിവാക്കി. ഏത് സ്വലാത്തും ചൊല്ലാം. അക്കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്വലാത്തുണ്ട്. ഏതാണത്? അതെല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് വാരിദായ സ്വലാത്ത് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമിയ സ്വലാത്താണ് എല്ലാവർക്കും അറിയാം അല്ലേ. ധാരാളം പതിവാക്കുക. അപ്പോൾ ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ? പിന്നെ നമ്മുടെ 1 കോടി സ്വലാത്ത് ഹദിയ ചെയ്യുന്നതിലേക്ക് സ്വലാത്തുകളൊക്കെ ധാരാളം ചൊല്ലുന്നില്ലേ, 1 കോടിയൊക്കെ കടന്നു. പലരും അയച്ചു തന്നതിൽ ഞാനിങ്ങനെ വാട്സപ്പിൽ പലരും പ്രൈവറ്റായിട്ട് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക്. അപ്പോൾ അൽഹംദുലില്ലാ ഗ്രൂപ്പിൽ നിന്ന് പ്രൈവറ്റായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ 1 കോടിയൊക്കെ കടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് വലിയൊരു മജ്ലിസ് തന്നെ സംഘടിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. എനിക്ക് അയച്ചതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൊല്ലിയ ഒരാൾക്ക് ഒരു സർപ്രൈസ് സമ്മാനമുണ്ട്. അതിപ്പോൾ പറയൂല, ഇൻഷാ അല്ലാഹ് തരും. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയേ, അള്ളാഹു ആദ്യം പടച്ചത് എന്തിനെയാണ്? ആ ചോദ്യം ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുന്നത് എന്താ? നൂറ നബീക്ക്, നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നബിയുടെ പ്രകാശത്തെയാണ് അള്ളാഹ് ആദ്യം പടച്ചത്. ഏതാണ് ആ സ്വഹാബി? ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല, നീ ഹായിബാക്കല്ലേ അല്ല. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാക്കണേ അല്ല. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല. അവിടുത്തെ പൊരുത്തം തരണേ അല്ല. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ല. കൽബ് നന്നാക്കണേ അല്ല. നിന്നോടും നിൻ്റെ ഹബീബിനോടുമുള്ള അതിരറ്റ പ്രണയം നിറയ്ക്കണേ അല്ല. തെറ്റുകളിൽ നിന്ന് കാവൽ നൽകണയല്ല. ചെയ്തുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണയല്ല. നീ പുറത്തില്ലെങ്കിൽ നിൻ്റെ നരകത്തിലെ വെണ്ണീറുകളാണ് റബ്ബേ. ഞങ്ങളുടെ പൊന്നു മക്കളെ നന്നാക്കണയല്ല. പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. വീടില്ലാത്തവർ, വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ എളുപ്പം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേയല്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന ഹദിയടക്ക ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ് തരണയല്ല. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.